റിയാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എന്തെല്ലാം പരീക്ഷിച്ച് നോക്കിയാലും പല്ലിയും പാറ്റയും എലിയും ഒന്നും ഒരുമിച്ച് ചാവുന്ന ഒരു സൊല്യൂഷനും കണ്ടുപിടിക്കാനോ വാങ്ങിക്കാനോ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതാ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കതെന്താണെന്ന് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഇത്ര ഒരു തുണ്ട് മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കുഞ്ഞ് ഗ്രേറ്റർ വെച്ചിട്ട് മെഴുകുതിരി ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ചിരട്ടയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് പുറത്തൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിരട്ട തന്നെ എടുക്കുന്നത്. അപ്പം ഞാനിതാ ഇതിൽ നിന്ന് കുറച്ച് മെഴുകുതിരി ഈ ചിരട്ടയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഞാനിപ്പോ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൈദാ മാവാണ്. നിങ്ങൾ അരിപ്പൊടി എടുക്കണ്ട, മൈദാ മാവ്, കുറച്ച് മൈദാ മാവ്. അപ്പൊ ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. പിന്നെ ഇതില് പാറ്റാഗുളിക ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിടുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാനിപ്പം പാറ്റാഗുളികയൊന്നും ഇടുന്നില്ല. ഞാനിപ്പം ഇത് ഇത്രയൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇത് നമുക്ക് പുറത്ത് വെക്കാനുള്ളതാണ്. അതായത് ഈ പെരിച്ചാഴിയും ചെറിയ ചുണ്ടലിയൊക്കെ പുറത്തുള്ള മാളങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും വെക്കാനുള്ളതാണ്. അപ്പൊ ഇതിലിപ്പോ പഞ്ചസാരയുടെ ആ ഒരു മണം ഉള്ളതുകൊണ്ട് പെരിച്ചാഴി ഇത് ആകർഷിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് മെഴുകുതിരിയുണ്ട്. അപ്പൊ ഇത് വയറ്റി ചെന്ന് കഴിഞ്ഞാല് പെരിച്ചാഴിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് പുറത്തേക്ക് വെക്കാനുള്ളത്. അപ്പൊ ഇനിതാ ഇതിലോട്ടാണ് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ഇനി ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡോളോയോ നമ്മുടെ ഈ പാരസിറ്റമോളിന്റെ ഗുളിക ഉണ്ടല്ലോ, അതോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഒരു പാരസിറ്റമോളിന്റെ ഗുളിക എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഞാൻ ഈ ചപ്പാത്തി കുഴവി വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണേ. അപ്പൊ ഞാൻ ഈ ഗുളിക ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഈ മെഴുകുതിരിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിട്ട് മിച്ചം വരുന്ന സോപ്പൊക്കെ ഉണ്ടല്ലോ, ഈ സോപ്പൊക്കെ നമ്മൾ വെറുതെ കളയാറല്ലേ പതിവ്. അപ്പൊ ഇതൊന്ന് ആവശ്യമാണ്. ഇത് കുറച്ച് ഇതുപോലെ നനഞ്ഞ സോപ്പാണെങ്കിൽ ഒന്ന് പൊടിച്ചങ്ങ് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പൊ ഇത് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സോപ്പിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഇതിപ്പോ ഒരു ചെറിയ 2 ഗോലി പോലത്തെ ഉരുളയ്ക്കേ വരത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് ഉരുട്ടി എടുക്കണം. ഇതിലോട്ട് ഞാനിപ്പോ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിന്റെയൊക്കെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയും പല്ലിയും ഒക്കെ ഓടി വരും. അപ്പൊ ഈ നെയ്യിന്റെ ഒരു ഈർപ്പം കൂടെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ഇതിപ്പം ഒരൊറ്റ ഒരു ഉരുളയാക്കി എടുക്കാനാണ് നോക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരൊറ്റ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ 2 ഉരുളയാക്കി എടുക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഗ്യാസിന്റെ ഒക്കെ അടിവശമൊക്കെ ഉണ്ടല്ലോ, പല്ലുന്ന സ്ഥലമാണ്. എലിയാണെങ്കിലും വല്ലതൊക്കെ എടുത്ത് ഗ്യാസിന്റെ അടിയിലൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇത് കൊണ്ടുവയ്ക്കാം. നല്ല എഫക്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഇത്. ഇതിന്റെ അകത്തുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ പരവശം കൊണ്ട് ഇതെന്തായാലും നമ്മുടെ വീട് വിട്ട് ഓടിപ്പോകും. അത് ഉറപ്പുള്ള കാര്യമാണ്. നമുക്കിപ്പം നമ്മളെ വീട് വിട്ട് പോയാൽ പോരെ. അപ്പൊ ഇത് നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഇത് കൂടുതൽ വരുന്ന ഭാഗത്തോട്ട് വെക്കാം. ഞാനിപ്പം ഈ ഗ്യാസിന്റെ ഇവിടെയാണ് വെച്ചു കൊടുക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ പല്ലി, പാറ്റ, അതേപോലെ തന്നെ ചെറിയ ചുണ്ടലിയൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ ഞാൻ ഇവിടെയാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് എന്തായാലും ഇത് എടുത്തുകൊണ്ട് ഓടും. അതോടെ ആ ഒരു ഓട്ടം അവസാനത്തെ ഓട്ടം ആയിരിക്കും. അപ്പൊ ഞാൻ ഇതിപ്പോ ഇവിടെ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് അകത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ കുട്ടികളൊന്നും എടുക്കാതെ ശ്രദ്ധിച്ചോണം. ഒരു വങ്കുണ്ട്. ഞാൻ ഇവിടെ ഇപ്പം ഇങ്ങനെ കൊണ്ട് വെച്ചൊന്നും വെച്ചാൽ അത് എടുക്കത്തൊന്നുമില്ല. വേണമെങ്കിൽ കാക്ക എടുത്തോണ്ട് ഓടും. അപ്പോൾ ഇവിടെയൊക്കെ ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഈ മെഴുകുതിരി ഇതിൻ്റെ വയറ്റിൽ ചെന്നാലേ ഇതിന് ഭയങ്കര പരവേശമായിരിക്കും.
അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതലിട്ടിട്ട് ഇതുപോലെ വങ്കൊക്കെയുള്ള ഭാഗത്തോട്ട് കൊണ്ടങ്ങ് തട്ടി കൊടുത്താൽ മതി. പെരിച്ചാഴി, ചുണ്ടലി അതൊക്കെ ഇത് തിന്നു കഴിഞ്ഞാൽ ഓടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.